അച്ചാറിടാൻ അറിയാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചാമ്പിങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് ആദ്യം ചാമ്പിങ്ങ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുള്ളിലെ കുരുവും മേളിലെ പൂവും എല്ലാം നുള്ളിക്കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് ചാമ്പിങ്ങ 4ആയിട്ട് മുറിച്ചെടുക്കണം. ഇതുപോലെ അടർത്തിയെടുത്താൽ മതിയാവും കേട്ടോ. ചാമ്പങ്ങ വൃത്തിയാക്കി നല്ലപോലെ കഴുകി വാരി അതിലെ വെള്ളം കളഞ്ഞ് തുടച്ചെടുത്ത് മാറ്റി വെക്കണം കേട്ടോ. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 3 വെളുത്തുള്ളിയും ഒരു പിടി കാന്താരിമുളകുമാണ് കേട്ടോ. കാന്താരിമുളക് ഇല്ലെങ്കിൽ സാധാ മുളകായാലും മതി. വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കണമെന്നേ ഉള്ളൂ. കടുക് മൂപ്പിക്കാൻ നല്ലെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതില്ലെങ്കിൽ സാധാ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല കേട്ടോ. എണ്ണ നല്ലവണ്ണം ചൂടായി വരുമ്പോൾ ഒരു ചെറിയ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കണം. ഉലുവ നല്ലവണ്ണം മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇഞ്ചിയും പച്ചമുളകും നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഒപ്പം ഒരു ചെറിയ ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. വളരെ കുറച്ച് മതിയാവും. ആ ഇഞ്ചിയിലും പച്ചമുളകിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില കൂടി നന്നായി വാടി വന്നതിന് ശേഷം നമുക്ക് പൊടി ഐറ്റംസ് ഓരോന്നായി ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 വലിയ ടീസ്പൂൺ മുളക് പൊടി, 1 വലിയ ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 ടീസ്പൂൺ അച്ചാർ പൊടി. ഇനി ആവശ്യത്തിന് ഉപ്പും 1 ഗ്ലാസ് വെള്ളവും ചേർത്തിളക്കി തിളപ്പിക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അച്ചാർ പൊടിയിൽ ഉപ്പുണ്ട്. അതുകൊണ്ട് അതുകൂടി നോക്കിയിട്ട് വേണം ബാക്കിയുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചാമ്പയ്ക്ക ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ചാമ്പയ്ക്ക ഇട്ട് തിളച്ച് വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിൽ നമ്മൾ കായപ്പൊടിയോ വിനാഗിരിയോ ഒന്നും ചേർക്കുന്നില്ല. എങ്കിൽ പോലും നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഒപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് തുടർന്നുള്ള വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.